ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ തിയേറ്ററിലെത്തിയ പുതിയ മലയാള സിനിമകളുടെ എണ്ണം 18 അപ്പോൾ ഈ 18 മലയാള സിനിമകൾ കൂടാതെ ചോട്ടാ മുംബൈ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റീ റിലീസും ഉണ്ടായിരുന്നു. അങ്ങനെ 19 സിനിമകൾ തിയേറ്ററിലെത്തി. ഇത് കൂടാതെ തന്നെ 2 സിനിമകൾ ഡയറക്റ്റ് OTT റിലീസും ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ മലയാള സിനിമകളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്, റിലീസായിട്ടുള്ളത് OTTയിലും തിയേറ്ററിലുമായിട്ട് 20 സിനിമകളാണ്. റീ റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ ഉൾപ്പെടെ 19 സിനിമകളാണ് അപ്പോൾ തിയേറ്ററിലെത്തിയിട്ടുള്ളത്. അങ്ങനെ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്ന 18+1 അങ്ങനെ 19 സിനിമകളിൽ എത്ര സിനിമകൾ വിജയിച്ചു, അല്ലെങ്കിൽ ഏതെല്ലാം സിനിമകൾ വിജയിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകൾ പരാജയപ്പെട്ടു എന്നുള്ളൊരു ചെറിയൊരു പരിശോധന മാത്രമാണ് ഈ വീഡിയോ. ജൂൺ മാസത്തിലെ ആദ്യ മലയാള ചിത്രങ്ങളുടെ തിയേറ്റർ റിലീസ് ആരംഭിച്ചത് ജൂൺ 5-നാണ്. ഫെബി ജോർജ് സംവിധാനം ചെയ്ത റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് എന്ന സിനിമയാണ് ജൂൺ 5-ന് തിയേറ്ററിലെത്തിയത്. സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, അപർണ ദാസ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ ഫൈനൽ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 55 ലക്ഷം രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ജൂൺ 6-ന് ഈദ് റിലീസായാണ് തിയേറ്ററിലെത്തിയത്. നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും സാമ്പത്തികമായി ഈ സിനിമയ്ക്ക് വിജയിക്കാനായില്ല. കേരളത്തിൽ 4,50,00,000 ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് ഏകദേശം 6-6.5 കോടി റേഞ്ചിലായിരുന്നു. ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന സിനിമ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ജൂണിലെത്തിയ ആഭ്യന്തര കുറ്റവാളിയും പരാജയമായി മാറുകയായിരുന്നു. ജൂൺ 6-ാം തീയതിയിലെ രണ്ടാമത്തെ റിലീസ് സക്കീർ മണ്ണാമല സംവിധാനം ചെയ്ത തെളിവ് സഹിതം എന്ന സിനിമയായിരുന്നു. മേജർ രവി, നിഷാന്ത് സാഗർ, ഗിരീഷ്മ ജോയി, അബു സലീം എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ 6 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ നായകനെ ബാലു എസ് നായർ സംവിധാനം ചെയ്ത തഗ് CR 144/24 എന്ന സിനിമ ഈദ് റിലീസായി ജൂൺ 6-നാണ് തിയേറ്ററിലെത്തിയത്. ചിത്രത്തിൽ ബിന്ദു പണിക്കർ, സിദ്ദീഖ്, സാധിക വേണുഗോപാൽ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാതെ ഈ സിനിമയും വിസ്മൃതിയിലാണ്ടുപോയി. ജൂൺ 6-ന് തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് ദി ലൈഫ് ഓഫ് മാൻഗ്രോവ്. NN വൈജു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഐഷ ബിൻ, ദിനേശ് പണിക്കർ, സുധീർ കരമന എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. സിനിമ 4 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ നായകനെ അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2007-ൽ തിയേറ്ററിലെത്തി ശരാശരി വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ചോട്ടാ മുംബൈ. ജൂൺ 6 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ ചെയ്ത് വീണ്ടും തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് വളരെ മികച്ച സ്വീകാര്യത കേരളത്തിൽ കിട്ടിയിരുന്നു. കേവലം 75 ലക്ഷം ബഡ്ജറ്റിൽ റീമാസ്റ്റർ ചെയ്യപ്പെട്ട ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ നിർമ്മാതാവിനും വിതരണക്കാർക്കും മാന്യമായ ലാഭം ഈ സിനിമ നേടിക്കൊടുക്കുകയും ചെയ്തു. ജൂൺ 13-ന് 6 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഷാഹി കബീർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത റോന്ത് എന്ന സിനിമയായിരുന്നു ഇതിൽ ആദ്യത്തേത്. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു, കൃഷ്ണ കുറുപ്പ്, ലക്ഷ്മി മേനോൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. നിലവിൽ അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്തി ഈ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ കേരളത്തിൽ 5.5 കോടി റേഞ്ചിലും വേൾഡ് വൈഡ് കളക്ഷനായി 9 കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ ആവറേജ് വിജയം സ്വന്തമാക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സിനിമ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. S. ബിപിൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ജൂൺ 13-ന് തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ചിത്രത്തിൽ അനശ്വര രാജൻ, ബൈജു, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, മല്ലിക സുകുമാരൻ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. 5 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 9 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ ആവറേജ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന ഈ സിനിമ വരും ദിനങ്ങളിൽ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രേവതി S. വർമ്മ സംവിധാനം ചെയ്ത ഈ വലയം എന്ന സിനിമ ജൂൺ 13-ന് തിയേറ്ററിലെത്തി. ആഷ്ലി ഉഷ, സാന്ദ്ര നായർ, ഷാലു റഹീം, രഞ്ജി പണിക്കർ, മുത്തുമണി എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രഞ്ജിത്ത് വേണുഗോപാൽ സംവിധാനം ചെയ്ത നേരറിയും നേരത്ത് എന്ന സിനിമ ജൂൺ 13-ന് തിയേറ്ററിലെത്തി. അഭിറാം രാധാകൃഷ്ണൻ, ഷിബില ഫറ, സ്വാതിദാസ് പ്രഭു, ശ്വേത വിനോദ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ചിത്രം 7 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. റാഫി മധുര തിരക്കഥെഴുതി സംവിധാനം ചെയ്ത PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന സിനിമ ജൂൺ 13-ന് തിയേറ്ററിലെത്തി. ബിനു പപ്പു, ജോണി ആന്റണി, വീണ നായർ, മഞ്ജു പത്രോസ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഇതുവരെ 20 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. GM മനു സംവിധാനം ചെയ്ത ദി പ്രൊട്ടക്ടർ എന്ന സിനിമ ജൂൺ 13-നാണ് തിയേറ്ററിലെത്തിയത്. ഷൈം ഡോൺ ജാക്കോ, മണിക്കുട്ടൻ, കാജൽ ജോൺസൺ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ ചിത്രം 17 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ജോസഫ് മനു ജെയിംസ് സംവിധാനം ചെയ്ത നാൻസി റാണി എന്ന സിനിമ ജൂൺ 18-ന് തിയേറ്ററിലെത്തി. അഹാന കൃഷ്ണ, അർജുൻ അശോകൻ, അജു വർഗീസ്, സണ്ണി വെയിൻ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമയ്ക്കും ലിമിറ്റഡ് സ്ക്രീനുകൾ മാത്രമാണ് കിട്ടിയിരുന്നത്. അരുൺ വൈഗ സംവിധാനം ചെയ്ത യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അഥവാ UK OK എന്ന സിനിമ ജൂൺ 20 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. രഞ്ജിത്ത് സജീവ്, ജോണി ആന്റണി, മഞ്ജു പിള്ള എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. സിനിമ വിജയമായില്ലെങ്കിൽ പോലും അത്യാവശ്യം മികച്ച കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. നിലവിൽ 1 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുമുണ്ട്. അഭിജിത് നാഥ് സംവിധാനം ചെയ്ത ആതിരിക എന്ന സിനിമ ജൂൺ 20-നാണ് തിയേറ്ററിലെത്തിയത്. ഈ സിനിമയ്ക്കും യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാനായില്ല. റനീഷ് യൂസഫ് സംവിധാനം ചെയ്ത തേറ്റ എന്ന സിനിമയായിരുന്നു മറ്റൊരു റിലീസ്. അമീർ നിയാസ്, അജീഷ പ്രഭാകർ, ശരത് വിക്രം എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സന്തോഷ് പാലോട് സംവിധാനം ചെയ്ത പോലീസ് ഡേ എന്ന സിനിമയായിരുന്നു ജൂൺ 20-ലെ 6ാമത്തെ റിലീസ്. ടിനി ടോം, അൻസിബ ഹസൻ, ധർമ്മജൻ ബോൾഗാട്ടി, ജീവ നമ്പ്യാർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ.
ഈ സിനിമ 28 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷാനു കാക്കൂര്, ഷാഫി എപ്പിക്കാട് എന്നിങ്ങനെ രണ്ടുപേർ ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജൂൺ 27-ന് തിയേറ്ററിലെത്തിയ റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് കൂടൽ. ചിത്രത്തിൽ ബിബിൻ ജോർജ്, മറീന മിഖയേൽ കുരിശിങ്കൽ, റിയ ഈഷ, നിയ വർഗീസ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ചിത്രം വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 12 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ 27-ന് തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് ദി റിയൽ കേരള സ്റ്റോറി. ജയകുമാർ നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്തോഷ് കീഴാറ്റൂർ, ശ്രീധന്യ, കുഷ്ബു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 3 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജൂൺ മാസത്തിൽ തിയേറ്ററിലെത്തിയ സിനിമകളിൽ റീ റിലീസായി തിയേറ്ററിലെത്തി ചോട്ടാ മുമ്പ് ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. റോന്ത്, വ്യസനസമേതം, ബന്ധപുത്രാദികൾ എന്നിങ്ങനെ 2 സിനിമകൾ നിലവിൽ ആവറേജ് വിജയം നേടിയെടുക്കും എന്ന പ്രതീക്ഷയുമാണുള്ളത്. ഈ 3 സിനിമകൾ പോയിട്ട് ബാക്കി 16 മലയാള സിനിമകളും വമ്പൻ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.